യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 14-15 വാക്യങ്ങൾ. യോശുവ 4:14-15 വാക്യങ്ങൾ. അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രയേലിൻ്റെയും മുൻപാകെ വലിയവനാക്കി. അവൻ മോശയെ ബഹുമാനിച്ചതുപോലെ അവനെയും അവൻ്റെ ആയുഷ്കാലമൊക്കെയും ബഹുമാനിച്ചു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, നീ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു. നീ മോശയെ അനുഗ്രഹിച്ചതുപോലെ തന്നെ യോശുവയെയും അനുഗമിക്കുകയും അവനെ ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തുകയും ചെയ്തു. നിന്റെ മക്കളാകുന്ന ഞങ്ങളെയും ശുശ്രൂഷയ്ക്കായി കൃപമേൽ കൃപ പകർന്നു തന്ന് നിന്റെ വചനത്താൽ ബലപ്പെടുത്തി വഴി നടത്തണമെന്ന് യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രയേലിൻ്റെയും മുൻപാകെ വലിയവനാക്കി. യോശുവയിൽ വിളങ്ങിയിരുന്നതായ ചില ദൈവീകമായ ഗുണഗണങ്ങളെക്കുറിച്ചാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. യോശുവ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നവൻ. അവൻ്റെ പേര് പോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ടതായ രക്ഷയുടെ അനുഭവത്തിൽ വന്നവനായ ഒരു വ്യക്തിയായിരുന്നു യോശുവ. മോശയ്ക്ക് ശേഷം ഇസ്രയേൽ ജനങ്ങളെ വഴി നടത്തുവാനായിട്ട് ദൈവം യോശുവയെ ആണ് തിരഞ്ഞെടുത്തത്. മോശ ജനത്തെ മിസ്രയീമി അടിമത്തത്തിൽ നിന്നും പുറപ്പെടുവിച്ചു. 40 വർഷക്കാലത്തോളം മരുഭൂമിയിൽ കൂടെ വഴി നടത്തി. എന്നാൽ ഈ ജനത്തെ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിപ്പിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചത് യോശുവയ്ക്കായിരുന്നു. ആ യോശുവയുടെ ജീവിത മാതൃകകളെ കുറിച്ചാണ് അല്പസമയം ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത് യോശുവയെക്കുറിച്ച് പറയുന്നു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 11-ാം വാക്യത്തിൽ യോശുവ സമാഗമന കൂടാരത്തെ വിട്ടുപിരിയാത്തവനായി ജീവിച്ചിരുന്നുവെന്ന്. നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതെ ഇരുന്നു. ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ശക്തി സംഭരിക്കുന്ന ഇടമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമാഗമന കൂടാരം. സ്വന്തം ജനത്തിൻ്റെ അനുസരണക്കേടും പിന്മാറ്റവും പിറുപിറുപ്പും ദുശാഠ്യവും ഒക്കെയും മോശ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. ആ സമയമൊക്കെയും മോശ വളരെയധികം വേദനപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്യുമായിരുന്നു. തൻ്റെ വേദനയ്ക്കും ഭാരത്തിനും മോശ അറിവ് കണ്ടെത്തിയത് സമാഗമന കൂടാരത്തിലെ ദൈവവുമായിട്ടുള്ള സംഭാഷണത്തിൽ കൂടെയായിരുന്നു. ഇത് യോശുവ തൻ്റെ ജീവിതത്തിൽ പലപ്പോഴും നേരിട്ട് കണ്ടിട്ടുള്ളവനാണ്. മോശ സമാഗമന കൂടാരത്തിൽ പ്രവേശിച്ച് ദൈവവുമായി സമയം ചിലവഴിക്കുന്നതായ കാഴ്ച യോശുവയെ ഹഠത ആകർഷിച്ചിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും ജനത്തിൻ്റെ പിറുപിറുപ്പും അനുസരണക്കേടും ദുശാഠ്യവും എല്ലാം പരിഹാരം കണ്ടെത്തിയത് സമാഗമന കൂടാരത്തിലായിരുന്നു എന്ന് യോശുവ തൻ്റെ സ്വജീവിതത്തിൽ കൂടെ അനുഭവിച്ചറിഞ്ഞവനാണ്. പിതാവിനോട് നിരന്തരമായ സംസർഗത്തിൽ കർത്താവായ യേശുക്രിസ്തു ഏർപ്പെട്ടിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ പതിവിൻ പ്രകാരം താൻ നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. തൻ്റെ പതിവിൻ പ്രകാരം താൻ ദേവാലയത്തിൽ പോയി. ഇങ്ങനെ പല പതിവുകൾ കർത്താവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കർത്താവും തൻ്റെ ശുശ്രൂഷ മധ്യത്തിൽ ഈ കാൽവരി ക്രൂശിനെ എങ്ങനെയാണ് അഭിമുഖീകരിച്ചത് എന്ന് ചോദിച്ചാൽ പിതാവായ ദൈവവുമായുള്ള സംസർഗത്തിൽ കൂടെയായിരുന്നു. തന്നെ കാണിച്ചു കൊടുക്കുന്നതായ സമയം ആകുമ്പോൾ കർത്താവ് ഗത്സമനയിൽ പോയി പിതാവുമായി സംസർഗത്തിൽ ഏർപ്പെടുന്നു.
വിയർപ്പ് തുള്ളികൾ വലിയ ചോരത്തുള്ളികൾ പോലെ നിലത്ത് വീഴുന്നതായ കാഴ്ച കാണുവാൻ സാധിക്കുമായിരുന്നു. അവിടെ വെച്ച് തന്നെ കർത്താവിൻ്റെ ഹൃദയം പൊട്ടി ഇരുന്നുവെന്നാണ് ചില ദൈവശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത്. എൻ്റെ വേദനയ്ക്ക് കർത്താവ് തന്നെയും അറുതി കണ്ടുപിടിച്ചത്, ശമനം കണ്ടുപിടിച്ചത്, ആശ്വാസം കണ്ടുപിടിച്ചത് ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥനാ നിമിഷത്തിൽ കൂടെയായിരുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിപ്പീനെന്ന്. വിശ്വാസിയുടെ ജീവിതത്തിൽ ശക്തി കേന്ദ്രമാണ് പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ എന്ന് പറയുന്നത്. ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ നിരന്തരമായി 3 സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് പറയാറുണ്ട്. ബർഡൻ ഹാർട്ട്, ടിയർഫുൾ ഐസ് ആൻഡ് ബെൻഡിങ് നീസ്. ഹൃദയഭാരം മറ്റുള്ളവരെ കുറിച്ച് വിശ്വാസിക്ക് ഉണ്ടായിരിക്കണം. കണ്ണുനീർ തൂകുന്നതായ അനുഭവം ഉള്ളവരായിരിക്കണം. ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കുന്ന അനുഭവമുള്ളവരാകണം. നാം പലപ്പോഴും ബിസിയായി പോകുന്നതിനാൽ പ്രാർത്ഥിക്കുവാനോ മറ്റുള്ളവരെ ഓർക്കുവാനോ സമയം കിട്ടാറില്ല. ബീയിങ് ബിസി എന്ന് പറഞ്ഞാൽ ബീയിങ് അണ്ടർ സൈറ്റൻസ് യോക്ക് എന്നാണ്. നാം ബിസിയാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സാത്താൻ്റെ അടിമകളായിട്ട് നാം തീർന്നു പോകുന്നു. ബിസി ഈസ് ബീയിങ് അണ്ടർ സൈറ്റൻസ് യോക്ക്. അതുകൊണ്ട് നമുക്ക് സമയം കിട്ടാതെയായി പോകുന്നു. അതുകൊണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവസന്നിധിയാണ്. ദൈവസന്നിധിയിൽ എത്രമാത്രം നാം സമയം ചെലവഴിക്കുന്നോ അത്രമാത്രം ആത്മീയ ജീവിതത്തിൽ ഊർജ്ജസ്വലരായി നിൽക്കുവാൻ നമുക്ക് സാധിക്കും. സാധു കൊച്ചുകുഞ്ഞുപദേശിയെക്കുറിച്ച് പറയാറുള്ളത്, അദ്ദേഹം ഞായറാഴ്ച മുതൽ ബുധനാഴ്ച വരെയും തൻ്റെ ഭവനത്തിൽ ഒരു മുറിയിൽ പ്രവേശിച്ച് മുഴുവൻ സമയവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. വ്യാഴാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെയും എൻ്റെ കൺവെൻഷൻ യോഗങ്ങൾ അവിടങ്ങളിൽ നടക്കും. വ്യാഴം, വെള്ളി, ശനി, ഞായർ ഈ ദിവസങ്ങളിൽ കൺവെൻഷന് പ്രസംഗിക്കുന്നതിനുള്ളതായ ശക്തി സ്രോതസ് സാധു കൊച്ചുകുഞ്ഞുപദേശി കണ്ടെത്തിയത് തൻ്റെ ഭവനത്തിൽ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുന്നതിൽ കൂടിയായിരുന്നു. സീ ടവർ ഓഫ് പ്രേയേഴ്സ് എന്ന് നാം പാടാറുണ്ട്. പ്രാർത്ഥനയിൽ നേരമേ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് യോശുവ എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നതും മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീർന്നത് എന്ന് ചോദിച്ചാൽ താൻ സമാഗമന കൂടാരത്തെ വിട്ടുപിരിയാതെ ജീവിച്ചതിൽ കൂടിയാണ്. സമാഗമന കൂടാരം ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനാ ജീവിതത്തെയാണ് കാണിക്കുന്നത്. കൂടുതൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. രണ്ടാമതായി യോശുവയെ കുറിച്ച് പറയുന്നത് പുറപ്പാട് പുസ്തകം 17:8 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. യോശുവ നിരന്തരം അമാലേക്യരോട് യുദ്ധം ചെയ്തവനായിരുന്നു എന്ന് പറയുന്നു. അമാലേക്യരെന്ന് പറയുന്നത് ജഡത്തെയും സ്വയത്തെയും സൂചിപ്പിക്കുന്നതാണ്. അവർ ഏശാവിൻ്റെ മക്കളാണ്. ഏശാവിൻ്റെ മക്കളായ അമാലേക്യർ ജഡത്തെയും സ്വയത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ അമാലേക്യരോട് ഈ യോശുവ നിരന്തരം യുദ്ധം ചെയ്ത് ജീവിച്ചവനായിരുന്നു. ഇന്ന് സാധാരണയായി ഉപയോഗിക്കാറുള്ള ഒരു പദമാണ് വാർ ഓൺ സെൽഫ്. നമ്മോട് തന്നെ യുദ്ധം ചെയ്യുന്നവരായി തീരണം. നമ്മുടെ ജഡത്തോട്, നമ്മുടെ സ്വയത്തോട് നാം സന്ധിയില്ലാതെ വണ്ണം യുദ്ധം ചെയ്ത് ജീവിച്ചെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ വീണുപോകാതെ, തളർന്നു പോകാതെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഈ ക്രിസ്തീയ ജീവിതം അനുഗ്രഹകരമായി നിറവേറ്റുവാനും പൂർത്തീകരിക്കാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ. വാർ ഓൺ സെൽഫ്. നമ്മുടെ സ്വയത്തോട് യുദ്ധം ചെയ്യുന്നവരായി തീരണം. ഇന്ന് മനുഷ്യൻ തന്നോട് തന്നെയും
യുദ്ധം ചെയ്യുന്നവരായിട്ട് എങ്ങും തന്നെയും തീരുന്നില്ല എന്നുള്ളത് ഒരു പരിതാപകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ക്രിസ്തുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ സകല രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നുവെന്നാണ് പറയുന്നത്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. നമ്മുടെ ജഡത്തെ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശുമായിട്ട് ബന്ധിപ്പിക്കണം, ക്രൂശിക്കണം. അങ്ങനെയുള്ള ഒരു ക്രൂശീകരണത്തിന്റെ അവസ്ഥയിലാണ് ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയുവാൻ നമ്മെ പ്രാപ്തരാക്കി തീർക്കുന്നത്. നമ്മുടെ ജഡത്തോട് യുദ്ധം ചെയ്യണം. പൗലോസ് പറയുന്നു, ഈ മരണകരമായ ജഡത്തിൽ തന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകി തരുന്ന ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മുടെ ജഡത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനും ജഡീക പ്രവർത്തനങ്ങൾക്ക് അടിമകളായി പോകാതിരിക്കാനും സാധ്യമാവുകയുള്ളൂ. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. പാപത്തിൻ്റെ 3 ഡിഗ്രികളാണ്. ആദ്യം പാപം ചെയ്യുന്നത് ജഡത്തിലാണ്. ജഡത്തിൽ ചില കാര്യങ്ങൾ മോഹിക്കുന്നു, പിന്നീട് അത് കൺമോഹമായി തീരുന്നു. അവസാനമായിട്ട് അതിൻ്റെ സൂപ്പർലിറ്റീവ് ഡിഗ്രിയിൽ അത് ജീവനത്തിൻ്റെ പ്രതാപമായിട്ട് മാറ്റപ്പെടുകയാണ്. അതില്ലാതെ ഇന്ന് ജീവിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ജഡമോഹം നമ്മെ കൊണ്ടുവന്ന് എത്തിക്കുന്നതായി കാണുവാനായിട്ട് സാധിക്കും. നാം സ്വയത്തോട് യുദ്ധം ചെയ്യണം, ജഡത്തോട് യുദ്ധം ചെയ്യണം. ഇത്രമാത്രം സ്വകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിത ശൈലി ഇതുവരെയും മനുഷ്യായുസ്സിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു കാലഘട്ടം വരെയും എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കുമെന്ന് മനുഷ്യൻ ചിന്തിച്ചിരുന്നു. എന്നാൽ ഇന്ന് അത് പോയിട്ട് എനിക്ക് വേണ്ടി മാത്രമെന്നുള്ളതായ ചിന്തയോടുകൂടെയാണ് പലരും ജീവിക്കുന്നത്. കവി ചോദിക്കുന്നു, നിനക്കാരോടാണ് ഏറ്റവും പ്രിയം? എനിക്ക് എന്നോട് തന്നെയാണ് ഏറ്റവും പ്രിയം. അത് കഴിഞ്ഞാലോ? അത് കഴിയുന്നില്ലല്ലോ. ഞാൻ ചാകുന്നത് വരെയും, ഞാൻ ചത്തൊഴിച്ചാൽ പോലും എനിക്കെന്നോട് തന്നെയുള്ളതായ സ്നേഹത്തിന് മാറ്റമുണ്ടാകുന്നില്ല. എനിക്കെന്നോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന് പറയുന്നതായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഒരു കാലഘട്ടത്തിൽ എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഭാര്യയ്ക്കും മക്കൾക്കും പോലും സ്ഥാനമില്ല ആ ജീവിതത്തിൽ. 40 വർഷക്കാലത്തോളം കുവൈറ്റിൽ ജോലി ചെയ്തിരുന്നതായ ഒരു മനുഷ്യൻ ജോലി കഴിഞ്ഞ് ഭവനത്തിൽ മടങ്ങി വന്നു. അദ്ദേഹം ഏകനായിട്ട് അവിടെ ജോലി ചെയ്തു, ഫാമിലിയെ കൊണ്ടുപോയിട്ടില്ല. ഭാര്യയും പിള്ളേരും നാട്ടിൽ തന്നെ ആയിരുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെ ഇവിടെ ഒരു വിധത്തിലൊക്കെ ക്രമീകരിച്ച് ജീവിച്ചു. ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, പിള്ളേരുടെ കാര്യമൊക്കെ ഇനി എങ്ങനെയാണ്? അത് അവർ നോക്കിക്കോണം. ഞാൻ ജോലി ചെയ്തത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ച പണം എനിക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ കാര്യങ്ങൾ അവർ നോക്കിക്കൊള്ളണം. ഇതൊരു വിഭിന്നമായ ചിന്താഗതിയുടെ കാലത്തിലായിരുന്നു നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ജോലി ചെയ്യുന്നത്, ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രം. ഭാര്യയ്ക്കും മക്കൾക്കും എൻ്റെ യാതൊരു വിധമായ പ്രയത്നങ്ങൾക്കും അധ്വാനങ്ങൾക്കും സമ്പത്തിനും സ്ഥാനമില്ല, ഭാര്യയ്ക്കും മക്കൾക്ക് പോലും. അങ്ങനെയുള്ളതായ ഒരു ലോകത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് യോശുവ ചെയ്തതുപോലെ ജഡത്തോടും സ്വയത്തോടും നിരന്തരമായി യുദ്ധം ചെയ്യുന്നവരായിട്ട് ഞാനും നിങ്ങളും തീർന്നേ മതിയാവുകയുള്ളൂ. 2018 വെള്ളപ്പൊക്കം കയറിയപ്പോൾ നമ്മുടെ സ്വയമൊക്കെ അടിഞ്ഞ് താഴെ വീണു, മതിലുകൾ പൊളിഞ്ഞു, വീടുകൾക്കകം മുഴുവനും വെള്ളം കയറി. എനിക്ക് എന്ന് പറഞ്ഞ് ജീവിച്ച മനുഷ്യൻ ഒന്നുമില്ലാത്തവനായിട്ട് വീടിനുള്ളിനകത്ത്, മതിൽക്കെട്ടിനകത്ത്, വെള്ളത്തിനകത്ത് മുങ്ങിപ്പോയി. അവനെ അവിടെ നിന്ന് രക്ഷിച്ചത് പാവപ്പെട്ട മുക്കവന്മാരാണ്. പാവപ്പെട്ടതായ മത്സ്യത്തൊഴിലാളികൾ അവിടെ വള്ളങ്ങളുമായിട്ട് വന്നാണ് അവരെയൊക്കെ വിടുവിച്ചത്. നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കണം, സഹായിക്കണമെന്ന്
അവരോട് വിളിച്ചു പറയുന്നു. ആ സമയത്ത് മറ്റുള്ളവനെ കുറിച്ചുള്ള കരുതലിൻ്റെ ആവശ്യകതയൊക്കെ കുറേയൊക്കെ മലയാളികൾ മനസ്സിലാക്കിയതാണ്. എന്നാൽ ഇന്ന് വീണ്ടും അത് പോയിപ്പോയിരിക്കുകയാണ്. ഞാൻ എനിക്ക് വേണ്ടി മാത്രമെന്നുള്ള ചിന്തയോടുകൂടെ ജീവിക്കുന്നതായ മനുഷ്യൻ്റെ എണ്ണം ഇന്ന് വർദ്ധിക്കുന്നു. യോശുവ അമാലേക്യരോട് യുദ്ധം ചെയ്ത് ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു. നാമും നമ്മുടെ ജഡത്തോടും സ്വയത്തോടും നിരന്തരം യുദ്ധം ചെയ്യുന്നവരായിട്ട് ജീവിക്കണം. മൂന്നാമതായി ഈ യോശുവയെ കുറിച്ച് പറയുന്നത് പുറപ്പാട് പുസ്തകം 29:11 അവൻ യൗവനപ്രായം മുതൽ ഒരു ശുശ്രൂഷകനായിരുന്നു എന്നാണ്. ദൈവദാസനായി വേല ചെയ്തിരുന്നു. എൻ്റെ 85 വയസ്സുവരെയും ഈ യോശുവ മോശയുടെ ശുശ്രൂഷകനായിരുന്നെന്ന് കാണുവാൻ സാധിക്കുന്നത്. എങ്ങനെ സാധിക്കും? 85 വയസ്സുള്ളതായ വയോധികനായ ഒരു മനുഷ്യൻ മോശയുടെ ശുശ്രൂഷകനായി ജീവിച്ചു. താൻ ശുശ്രൂഷകനായി ജീവിച്ച് ശുശ്രൂഷ ചെയ്ത് തൻ്റെ ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തിയവനായിരുന്നു. നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് ശുശ്രൂഷയ്ക്കാണ്. യേശു നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരെന്ന് പൗലോസും മറ്റും പറയുന്നു. ഏലിയാവിൻ്റെ ദാസനായിരുന്നു ഏലീശ. ദാസ ശുശ്രൂഷകർ ഇന്ന് ചുരുക്കമാണ്. ദാസ ശുശ്രൂഷ ചെയ്യുവാൻ എല്ലാവർക്കും തന്നെ മനസ്സില്ലാത്ത ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ദാസ്യ ശുശ്രൂഷ എന്ന് പറഞ്ഞു നടന്നതുകൊണ്ട് ദാസ്യ ശുശ്രൂഷ ആവുകയില്ല. ആ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ അങ്കുരിക്കണം. അമേരിക്കയിൽ ഒരിക്കലൊരു ഭവനത്തിൽ ബിഷപ്പ് വരുന്നു എന്ന് മനസ്സിലാക്കി. അവിടെ സാധാരണ ബിഷപ്പന്മാർ വരുമ്പോൾ ആ വീട്ടിലെ കൊച്ചുകുട്ടികളാണ് ബിഷപ്പിനെ ഭവനത്തിൽ സ്വീകരിക്കുകയും അവരെ എല്ലാ കാര്യങ്ങളിലും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. ഈ ഭവനത്തിൽ ബിഷപ്പ് വരുന്നുവെന്ന് കേട്ട ഉടനെ അന്ന് മുതൽ ആ ഭവനത്തിലെ ഒരു കൊച്ചുകുട്ടിയെ ബിഷപ്പിനെ സ്വീകരിക്കുന്നതിനായിട്ട് ഇങ്ങനെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്നു. ബിഷപ്പ് വരുമ്പോൾ കുഞ്ഞ് നമ്മുടെ മുൻനിലത്തെ വാതിൽ ചെന്ന് നിന്ന് ബിഷപ്പിനെ കൈകൊടുത്ത് സ്വീകരിക്കണം. എന്നിട്ട് ബിഷപ്പിനോട് പറയണം, മൈ ലോർഡ്, ഐ ആം യുവർ സർവൻറ്റ്, വാട്ട് ഷാൽ ഐ ഡു ഫോർ യു. ബിഷപ്പിനോട് നീ പറയണം, കുഞ്ഞ്, ഞാൻ ബിഷപ്പിൻ്റെ ദാസനാണ്, ബിഷപ്പിന് ഞാൻ എന്ത് ചെയ്തു തരണം. ഇങ്ങനെ ഈ കുട്ടിയെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ചു കൊണ്ടിരുന്നു. സമയമായപ്പോൾ നിശ്ചിതാസമയത്ത് ബിഷപ്പ് വീട്ടിൽ വന്നു. കുട്ടി ഫ്രണ്ടിലെ വാതിൽ ചെന്ന് നിന്ന് ബിഷപ്പിന് കൈ കൊടുത്ത് സ്വീകരിച്ചു. കുട്ടി പറയുകയാണ്, മൈ ലോർഡ്, യു ആർ മൈ സർവൻറ്റ്, വാട്ട് ഷാൽ ഐ ഡു ഫോർ യു. ഞാൻ നിന്റെ ദാസൻ എന്ന് പറയേണ്ടതിന് പകരം കുട്ടി പറഞ്ഞു, ബിഷപ്പ്, നീ എൻ്റെ ദാസനാണ്, ഞാൻ എന്ത് ചെയ്യണം. അത് പറഞ്ഞു നടന്നതുകൊണ്ട് ഒരിക്കലും ദാസനോ ദാസിയോ ദാസ്യ ശുശ്രൂഷക്കാരനോ ആയി തീരുവാൻ നമുക്ക് സാധ്യമല്ല. അത് സ്വയമായി തീരണം. ദാസ്യ ശുശ്രൂഷ കർത്താവ് ഏറ്റെടുത്ത ശുശ്രൂഷയാണ്. പാദ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നതായ കർത്താവിൻ്റെ പാദ ശുശ്രൂഷകരാണ് നാം എന്നുള്ളതായ തികഞ്ഞ ബോധത്തോടുകൂടെ അനുദിനം ക്രിസ്തീയ ജീവിതത്തിലായിരിക്കാൻ നമുക്ക് ഇടയായിത്തീരണമെന്ന് ഓർക്കണം. ദൈവത്തിന് 2 സിംഹാസനങ്ങളേ ഉള്ളൂ എന്ന് പറയും. ഒന്ന് ഉയർന്ന സിംഹാസനം, 2 താഴ്മയുള്ള ഹൃദയം. ഒന്ന് സ്വർഗത്തിലെ സിംഹാസനവും 2 താഴ്മയുള്ളതായ ഹൃദയവും മാത്രമാണ് ദൈവത്തിന് വസിക്കുവാനും ഇരിക്കുവാനുള്ള സിംഹാസനം. 4-ാമതായി യോശുവയെക്കുറിച്ച് പറയുന്നത് 4:15 ചോദ്യം ചെയ്യപ്പെടുവാൻ പാടില്ലാത്ത കുടുംബജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ഈ യോശുവ. യോശുവ പറയുന്നു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾ ആരെ സേവിക്കുമെന്നുള്ളത് തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. താൻ തന്നെ ഒരു മോഡലായിട്ട് ജനങ്ങളുടെ മുൻപിൽ നിന്ന് സാക്ഷിക്കുകയാണ്.
ഞങ്ങൾ കുടുംബമായി യഹോവയെ സേവിക്കും എന്ന് ധൈര്യത്തോടുകൂടെ ജനങ്ങളുടെ മുൻപാകെ പ്രസ്താവിക്കുകയും ആ രീതിയിൽ ജീവിക്കുകയും കുടുംബജീവിതം നയിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഈ യോശുവ എന്ന് കാണുവാൻ കഴിയും. ഈ വാക്യം പലപ്പോഴും നമ്മുടെയൊക്കെ പല വീടുകളിലും പണ്ട് ഫ്രെയിം ചെയ്ത് ഇങ്ങനെ വെക്കുമായിരുന്നു. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്. ഒരു ഭവനത്തിൽ ഈ വാക്യം ഇങ്ങനെ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിരുന്നു. കാലപ്പഴക്കം കൊണ്ട് ഈ ഫോട്ടോയ്ക്കകത്ത് ഇരട്ടവാലൻ കയറി അതിൻ്റെ ചില അക്ഷരങ്ങളൊക്കെ അങ്ങ് കറണ്ട് തിന്നുപോയി. വീട്ടിലുള്ളവരതൊന്നും ശ്രദ്ധിച്ചില്ല. എന്നാൽ ഒരു ദിവസം ഈ വീട്ടില് പട്ടക്കാരൻ ഹൗസ് വിസിറ്റിന് വന്നപ്പോൾ ഈ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന വാക്യത്തെ നോക്കിയിട്ട് ആ വീട്ടിലെ കുട്ടിയെ അടുക്ക വിളിച്ച് ചോദിച്ചു, കുഞ്ഞെ, നിങ്ങൾ എത്ര രൂപയ്ക്കാ യഹോവയെ വിൽക്കുന്നത്? കുട്ടിക്കൊന്നും മനസ്സിലായില്ല. കുട്ടി ആ പാടെ അങ്ങ് അന്താളിച്ചു പോയി. കുട്ടി അമ്മയെ വിളിച്ചു. അമ്മേ, അച്ഛൻ ചോദിക്കുന്നു, നമ്മൾ എത്ര രൂപയ്ക്കാ ദൈവത്തെ യഹോവയെ വിൽക്കുന്നത്? അമ്മയും അന്താളിച്ചു. ഉടനെ പട്ടക്കാരൻ അമ്മയെ വിളിച്ച് ആ ഫോട്ടോ കാണിച്ചു. നിങ്ങളതൊന്ന് വായിച്ചു നോക്കി. എന്ത് എഴുതി വെച്ചിരിക്കുന്നു? ഞാനും എൻ്റെ കുടുംബവുമോ യഹോവയെ, സേ എന്നുള്ള അക്ഷരം ഇരട്ടവാലൻ തിന്നുപോയി. സേ ഇല്ലിപ്പം. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ വിൽക്കും. അനേക ഭവനങ്ങളിലും യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇതാണ്. യഹോവയെ സേവിക്കുകയല്ല, പിന്നെയോ യഹോവയെ വിൽക്കുന്നതായ പരിപാടികളാണ് അനേക കുടുംബങ്ങളിലും വ്യക്തികളിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. ദൈവമുള്ള ഭവനമായിട്ട്, ദൈവത്തെ സാക്ഷിക്കുന്ന ഭവനമായിട്ട്, ചുറ്റുപാടുകൾക്ക് ദൈവം അറിയുവാനുള്ള അമൃതഭൂമിയിലെ ഭവനം യേശു ഉണ്ടെന്നുള്ള ശ്രുതി ചുറ്റുപാടുകളിലും പരക്കുന്ന ഒരു ഭവനമായിരുന്നു. അങ്ങനെ ആ ശ്രുതി നമ്മുടെ ഭവനങ്ങളിൽ നിന്നും ചുറ്റുപാടുകളിൽ ഉണ്ടാകത്തക്കവണ്ണം ജീവിപ്പാൻ നമുക്കിടയാകണം. രണ്ട് രീതിയിലുള്ള ഭവനങ്ങളാണ് ഇന്ന് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഫാമിലി വിത്തൗട്ട് ആൻ ആൾട്ടർ, ആൻ ആൾട്ടർ വിത്തൗട്ട് ഓഫർ. യാഗപീഠമില്ലാത്ത വീടുകളും യാഗപീഠത്തിൽ ഒന്നും അർപ്പിക്കുവാനില്ലാത്ത ഭവനങ്ങളും ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് പത്രത്തിൽ ഒരു കുറിപ്പ് വന്നു, ഒരെഴുത്ത്. വളരുന്ന മണിമാളികകളും തകരുന്നതായ കുരുന്ന് മനസ്സുകളും എന്നാണ് അതിൻ്റെ ഹെഡിങ്. ആ ചിന്താശകലത്തില് നമ്മുടെ നാട്ടുകളിലൊക്കെ ഇന്ന് ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്നതായ അമ്പരചുംബികളായിട്ടുള്ള ഭവനങ്ങളുടെ ഉയർച്ചയെക്കുറിച്ചും അതിൻ്റെ നിലവാരത്തെക്കുറിച്ചുമൊക്കെ വിവരിക്കുന്നു. അനേക ഭവനങ്ങളിലും ആളുകളില്ല, അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നു. അദ്ദേഹം തുടർന്ന് ഒരു കോളേജിലെ സംഭവം വിവരിക്കുന്നു. ഒരു കോളേജില് ഇന്റർവെൽ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ കോളേജിന്റെ വരാന്തയിൽ ഇരുന്ന് ഒരു കല്ലെടുത്ത്, കരിങ്കൽ കഷ്ണമെടുത്ത് തൻ്റെ മാലയുടെ ലോക്കറ്റ് ഇങ്ങനെ ഉരച്ച് തീർത്തുകൊണ്ടിരിക്കും. അധ്യാപകൻ അതിലേക്കൂടെ വന്നപ്പോൾ കുട്ടിയോട് ചോദിച്ചു, കുഞ്ഞെ, നീ എന്താണ് ഈ ചെയ്യുന്നത് എന്ന്. ഒടുവിൽ ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, എൻ്റെ പിതാവ് ഈ രാജ്യത്തെ ഉന്നതനായ ഒരു എഞ്ചിനീയറായി. അദ്ദേഹത്തിന് തട്ടിപ്പും വെട്ടിപ്പും സൂത്രമേ കയ്യിലുള്ളൂ. ഇവിടെ ലഭിച്ചതായ തൻ്റെ ശമ്പളവും കിമ്പളവും തികയാതെ വന്നപ്പോൾ 5 വർഷത്തെ ലീവ് എടുത്ത് വിദേശത്ത് പോയി. അവധിക്ക് മടങ്ങി വന്നപ്പോൾ മകൻ കൊണ്ടുത്തന്നതായ 5 പവന്റെ മാലയാണ്. നീ എന്തിനാ ഇതിങ്ങനെ ഉരച്ചില്ലാതെയാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ മകൻ പറയുകയാണ്, ഈ മാലയ്ക്കകത്ത് എൻ്റെ അപ്പൻ എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ മാറ്റ ഞാൻ ഉരച്ചു നോക്കുകയാണ്. മാതാപിതാക്കളെക്കുറിച്ച് വളർന്നു വരുന്ന തലമുറകളുടെ ചിന്തയും സാക്ഷ്യവും
ഇന്നെന്താണ് പ്രിയമുള്ളവരെ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ പറയുവാനായിട്ട് ഇടയായിത്തീരണം. യോശുവയിലുണ്ടായിരുന്ന 4 ഗുണവിശേഷങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുവാൻ ശ്രമിച്ചത്. 1, യോശുവ സമാഗമന കൂടാരത്തെ വിട്ടുപിരിയാതെ ജീവിച്ചവനായിരുന്നു. 2, യോശുവ അമാലേക്യരോട് യുദ്ധം ചെയ്യുന്നവനായിരുന്നു. 3, യോശുവ ഒരു ശുശ്രൂഷക്കാരനായി ജീവിതാവസാനം വരെ ജീവിച്ചു. അവസാനമായി ചോദ്യം ചെയ്യപ്പെടുവാൻ പാടില്ലാത്ത കുടുംബജീവിതത്തിൻ്റെ ഉടമയായിരുന്നു യോശുവ. നമുക്കും ഈ ദൈവിക ഗുണങ്ങളൊക്കെ വഹിച്ചുകൊണ്ടുള്ളവരായിട്ട് സമൂഹത്തിൽ ജീവിപ്പാൻ ദൈവം തമ്പുരാൻ നമുക്കെല്ലാവർക്കും കൃപ ചെയ്ത് സഹായിക്കുമാറാകട്ടെ. ആമീൻ. പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകി തന്ന തിരുവചനത്തിനായി സ്തോത്രം ചെയ്യും. യോശുവയുടെ ജീവിതം എല്ലാ രീതിയിലും അനുഗ്രഹകരമായിരുന്നു. മോശയെ അനുഗ്രഹിച്ച പോലെ നീ യോശുവയെയും അനുഗ്രഹിച്ചു. യോശുവ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു. അവൻ സമാഗമന കൂടാരത്തെ വിട്ടുപിരിയാതെ ജീവിച്ചവനായിരുന്നു. തൻ്റെ ജീവിതത്തിൽ യൗവനപ്രായം മുതൽ അവസാനം വരെയും ഒരു ശുശ്രൂഷകനായിട്ട് ജീവിച്ചവനായിരുന്നു. യേശുവ അമാലേക്യരോട് യുദ്ധം ചെയ്ത് ജീവിച്ചവനായിരുന്നു. ചോദ്യം ചെയ്യപ്പെടുവാൻ പാടില്ലാത്തതായ കുടുംബജീവിതത്തിൻ്റെ ഉടമയായിരുന്നു യോശുവ. പ്രകാരമുള്ള ജീവിതം നയിപ്പാൻ ഞങ്ങൾക്കെല്ലാവർക്കും കൃപ ചെയ്ത് സഹായിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.